ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ 15K എമൗണ്ട് വരുന്ന ബർത്ത്ഡേ ഹാമ്പറിൻ്റെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ 5 ഹാമ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ 3 മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാട്ടോ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ബോക്സാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒരു പെർഫ്യൂം, അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ ഫെറാറോൻ്റെ ചോക്ലേറ്റും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തെർമാക്കോളിൻ്റെ പീസസ് ഏറ്റവും താഴായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് തെർമാക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ പെർഫ്യൂം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർഫ്യൂം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഹാമ്പേഴ്സിൻ്റെ മേക്കിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഹാമ്പേഴ്സ് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇത് കൊറിയർ അയച്ചത്, ഇതിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് സ്പീഡപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ബഞ്ചിൽ നിന്ന് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതേപോലത്തെ പിങ്ക് കളറിന്, കുറച്ച് ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ തെർമാക്കോളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ചോക്ലേറ്റും ആണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഫെറാറോൻ്റെ ചോക്ലേറ്റും ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇങ്ങനെ ഇടയിലൊക്കെ ആയിട്ട് ആ ഒരു ഫ്ലവർ ബഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ലീഫ് പോലെ ഉള്ള ഒരു ഫ്ലവർ ഉണ്ട്, അതും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചത്, പിന്നെ അതേപോലെ തന്നെ ബോക്സ് എവിടുന്നാണ് വാങ്ങിച്ചത് ഒക്കെ, അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വീണ്ടും പറയാൻ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുമല്ലോ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്, എങ്ങനെ റേറ്റ് എത്ര ആവും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ഇതിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബോക്സിൽ ഇത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ലക്ഷറി ഫീലും അതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഈ ഒരു ഹാമ്പർ സെറ്റിൽ ഏറ്റവും ഇഷ്ടമായ ഒരു ഹാമ്പർ സെറ്റാണ് കേട്ടോ ഇത്. ഫെറാറോയും കൂടെ വന്നപ്പോൾ, ആ ഒരു ഗോൾഡൻ ടച്ച് കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ആ ഒരു ഹാമ്പറിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് ആയിട്ട് നട്ട്സ് ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹാമ്പറിൽ ഞാൻ ഓൾറെഡി നട്ട്സും ഡേറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, പിന്നെ വാൾനട്ട്, ഡേറ്റ്സ്, പിന്നെ കിവിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഇതിലെ സെറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഹാമ്പറിൽ നമ്മൾ നട്ട്സ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ക്ലിംഗ് റാപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പിങ്ക് കളറിൽ, ബേബി പിങ്ക് കളറിൽ വരുന്ന നെറ്റിൻ്റെ ക്ലോത്താണ് ഇതുപോലെ അതിന്മേൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റബ്ബർ ബാൻഡ് വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് അതിന് മുകളിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുത്താൽ ഈ ഒരു ഹാമ്പറിൻ്റെ മേക്കിങ്ങും ഇവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഉള്ളത് ചോക്ലേറ്റ് ടവറാണ്. ചോക്ലേറ്റ് ടവറിൻ്റെ മേക്കിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്താൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.